നമസ്കാരം. വിരാടൻ രുചിക്കളത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി രാധി. നിങ്ങൾ ഈ കാണുന്ന വാഴയിലിൽ ചുട്ട കോഴിയാണ് ഇന്നത്തെ വിഭവം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, പാചകം തുടങ്ങാം. ഈ ചിക്കൻ പീസിനെ നമ്മളൊന്ന് കനം കുറച്ച് ഷീറ്റായിട്ട് എടുക്കാം. ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, കൈ മുറിയരുത്. ചിക്കൻ മാത്രമേ മുറിയാവുള്ളൂ. ഈ പീസ് വേണം നമ്മൾ വാഴയിലയിൽ പൊരിക്കാൻ പോകുന്നത്. കനം കുറഞ്ഞിരുന്നാലേ നല്ല ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഇതാ ഇങ്ങനെ ഇരിക്കും ഷീറ്റ്. അപ്പൊ നമ്മൾ ഷീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് ബ്രസ്റ്റ് പീസിലെ ഇറച്ചിയാണ്. ഇത് നമ്മളിങ്ങനെ ഷീറ്റായിട്ട് എടുക്കുക. കനം കുറഞ്ഞിരുന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാഴയിലയിൽ പൊരിക്കുമ്പോൾ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല എല്ലായിടവും നല്ലപോലെ വെന്ത് കിട്ടും. കനം കുറഞ്ഞ് മുറിച്ചെടുത്ത ചിക്കൻ നന്നായിട്ട് കഴുകി കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഷീറ്റ് പോലെ ഇനി വേണ്ടത് ഒരു മാരിനേഷൻ ആണ്. നമുക്കിത് ഏതാണ്ട് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പൊ അതിന് ചേർക്കേണ്ട ചേരുവകൾ നോക്കാം. അപ്പം ഇത് ഏതാണ്ട് ഒരു 200 ഗ്രാമിന് അടുത്തേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ചുള്ള ഉപ്പ് ഞാനിപ്പോ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. കാരണം അതിന്റെ ഫ്ലേവർ നിന്നോട്ടെ, അത് ചേർക്കുവാണ്. മുളക് പൊടി നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി ഞാനിപ്പോ 1 ടീസ്പൂൺ ആണ് ഇടുന്നത്. അടുത്തത് മഞ്ഞൾപ്പൊടി, അതായത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു 1/4 ടീസ്പൂൺ. ചിക്കൻ എത്രയുണ്ടെന്ന് പറഞ്ഞാൽ 200 ഗ്രാമിന് അടുത്ത്. ഒരു 200 ഇല്ല, കുറവാണ്. അതനുസരിച്ച് ഇട്ടോണം അവര്. ബോൺലെസ് അത് തന്നെ, അതെ, ബ്രസ്റ്റ് പീസ്. ഇതൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഒരു കുറച്ച് വെളിച്ചെണ്ണ, കാരണം നമ്മൾ ഇതൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട്. ഇപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ ചേർത്തു? മുളക്, കുരുമുളക്, മസാലയൊന്നുമില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങാ നീര്. ഇനി നന്നായിട്ടെല്ലാം ഒന്ന് മാരിനേറ്റ് കഴിഞ്ഞപ്പോ ഇപ്പൊ ഏതാണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചേർക്കാൻ പോവാണേ. ഒരു കോട്ടിങ്, നല്ലൊരു കോട്ടിങ് വേണം. നന്നായിട്ടൊന്ന് തേച്ച് പിടിക്കുക. ഇത് കഴിഞ്ഞ് സമയം വെക്കണം. 1 മണിക്കൂർ ഇരുന്നാ നല്ലത്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഫ്രിഡ്ജിന്റെ താഴ്ത്തി തട്ടി വെച്ചാലും മതി, വെളി വെക്കണ്ട. ഓക്കെ, ഏതാണ്ട് നമ്മള് മാരിനേഷനൊക്കെ കഴിഞ്ഞു. ഇനി അതൊരു 1 മണിക്കൂർ റെസ്റ്റ് ആയിരിക്കട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാം. പങ്കാളി പറഞ്ഞ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുക്കാം. ഓക്കെ. ഇലയൊക്കെ വെച്ചാൽ മൂടി വെച്ചേക്കുന്നത്. അതാ സ്പെഷ്യൽ. ചിക്കൻ ഇപ്പൊ 1 മണിക്കൂർ മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു വാഴയില എടുക്കുക. ഒരു വാഴയില എടുത്താൽ മതി. ഇത് വെക്കാൻ പറ്റുന്നത്. കുറച്ച് വെളിച്ചെണ്ണ, ഇതൊന്നും വേണ്ട. കുറച്ച് ഒന്ന് ഇച്ചിരി കൂടി പോയി അല്ല, വിളിച്ചപ്പോ കുറച്ചും കൂടി പോയി, കുഴപ്പമില്ല, പോട്ടെ അല്ലേ. ഇത് നമ്മൾ നിരത്തി വെക്കാൻ പോവാണേ. നമ്മൾ മാരിനേറ്റ് ചെയ്ത നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇലയിലങ്ങ് ചെയ്യാം അല്ലേ. കനം കുറഞ്ഞാണ്, അപ്പം ഒരുപാട് സമയമൊന്നും നമുക്ക് വേണ്ട. നമ്മള് കരിമീൻ പൊള്ളിച്ചെടുത്ത പോലെ ചുട്ടെടുത്ത പോലെയുള്ള പരിപാടിയാ. ഇതിന്റെയൊക്കെ മീന്റെ കോഴി വേർഷൻ. ഇതിന്റെ
ഇതിന്റെ ഇതുപോലെ തന്നെ മീൻ വാഴയിലെ പൊള്ളിച്ച് നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം കേട്ടോ. കാണണം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഓക്കെ, ഒരു കല്ല് നമ്മളൊരു തവ ചുട്ടെടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് നന്നായിട്ട് ചൂടാട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. കുറച്ച് നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ തവയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചുറ്റിച്ച് വെക്കുക. എണ്ണ വെച്ചിട്ട് എല്ലായിടും ഒന്ന് എത്തുന്നത്. ഇനി ഏതാണ്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മള് ഒരു മീഡിയം ലോ ഫ്ലെയിമിലേക്ക് തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് മൂടി വെക്കുന്ന ഇലയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് വിട്ടു വരില്ല. ഇതൊന്ന് ഓക്കെ. ഇനി നമ്മുടെ തവ അവിടെ ചൂടായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മള് നമ്മുടെ വാഴയില അതൊക്കെ വാഴയിൽ പൊതിഞ്ഞ ചിക്കൻ. ഇത് നമ്മുടെ നേരത്തെ എണ്ണ പുരട്ടി വെച്ച ഇത് അടച്ചു. ഇനി നമ്മള് ലോ ഫ്ലെയിമില്, ലോ അല്ല മീഡിയവും വേണ്ട, പതുക്കെ ആവണം. ഒരു 10 മിനിറ്റ് എടുത്തത് ഒന്ന് പതുക്കെ ഇതായി വെക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതിന്റെ അടിയിലെ ഇല അത്ര അടുത്തൊന്നും ഞാൻ എടുത്തോളാം. ചെറിയ ബ്രൗൺ ആയിട്ട് തുടങ്ങി. നമുക്ക് വേണമെങ്കിൽ ഒന്ന് തിരിച്ചിടാം. ഓക്കെ, ഏതാണ്ട് ഇപ്പൊ നമ്മളൊരു 10 മിനിറ്റ് ആയിട്ടുണ്ടേ. ഇനി നമുക്കൊന്ന് തിരിച്ചിടാം. കുറച്ചുകൂടെ മരിയണമായിരുന്നു അല്ലേ? നോക്കാം. മുരിഞ്ഞ തുടങ്ങിയിട്ടുള്ളത് തോന്നുന്നു കേട്ടോ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല ഇലയൊക്കെ മുരിഞ്ഞല്ലോ. നോക്കാം. നമുക്ക് ഇങ്ങനെ എടുത്ത് നോക്കിയാലോ. ഇപ്പൊ ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് 2 സൈഡ് നമ്മൾ വെച്ചു. വാഴയിലയിൽ ചുട്ട ചിക്കൻ ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഒരു തണ്ടൂർ പോലെ ഉണ്ട് കേട്ടോ. ഇത് വളരെ സിമ്പിൾ ആണ്. സ്നാക്ക് ആയിട്ട് വേണേൽ കഴിക്കാം, എന്നിട്ട് ഇങ്ങനെ ചപ്പാത്തിയുടെ സൈഡായിട്ട് വേണേൽ കഴിക്കാം. നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കളയത്. ഓക്കെ, ശരി. ഇതാണ് വിരാടൻ രുചിക്കളം വാഴയിലയിൽ ചുട്ടെടുത്ത ചിക്കൻ. നമുക്ക് കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പരീക്ഷിച്ചു നോക്കുക. വീണ്ടും പുതിയ വിഭവമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.